ഹായ് ഓൾ, വെൽക്കം ടു സാലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് നാലാമത്തെ വീക്കിൽ സർവേ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ടോപ്പിക് ഏതൊക്കെയായിരുന്നു? തിയോഡലായിട്ട്, ലെവലിംഗ്, ട്രാവേഴ്സ് ആൻഡ് കോണ്ടൂറിംഗ്. ഈ 4 ടോപ്പിക്കിലെയും പോയിന്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. എക്സാമിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? എക്സാമിലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ നമ്പർ 1. If L is the length of a line, then according to Bodich's method, the linear and angular errors are proportional to എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തിയററ്റിക്കൽ നോളജ് ആണ്. നമുക്ക് ഡയറക്ട്ലി നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ഇത് അതിന്റെ ബേസ്ഡ് ഓൺ അസംഷൻ ആണ് അല്ലെ. ബോഡിച്ച് മെത്തേഡും ട്രാൻസിറ്റ് മെത്തേഡും അവൈലബിൾ ആണ്. ബോത്ത് ലീനിയർ ആൻഡ് ആംഗുലാർ മെഷർമെന്റ് ഒരേ രീതിയിൽ ഒരേ പ്രിസിഷനിൽ മെഷർ ചെയ്യുമ്പോഴാണ് ബോഡിച്ച് മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ആസ് പെർ ദ ബോഡിച്ച് മെത്തേഡ് പറയുന്നത് എന്താണ് മൂപ്പര് പറയുന്നത്? ബോഡിച്ച് മെത്തേഡ് സേസ് ദ ലീനിയർ മെഷർമെന്റ്, ദ ലീനിയർ അല്ലെ എന്തൊക്കെ ചോദിക്കുന്നത്? ലീനിയർ ആൻഡ് ആംഗുലാർ എറർ, ദ ലീനിയർ എറർ ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ ആണ്. അതായത് L raised to 0.5 എന്ന് പറയാം. ആൻഡ് ദ ആംഗുലാർ എറർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് പറയാം? ഓപ്ഷനിൽ എഴുതിയ പോലെ 1/L raised to 0.5 എന്ന് പറയാം അല്ലെ. ദാറ്റ് ഈസ് 1/2 ആണ്. ഓർക്കാൻ നമുക്ക് ചെറിയൊരു ഉടായ്പുണ്ട്, കണ്ണിച്ചോരല്ലാതെ ചളിയുണ്ട്. നോക്കിയേ, ലീനിയർ ആണ് റൂട്ട് എല്ലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെ. L എന്ന് പറയുന്ന ലീനിയർ എന്ന് പറയുന്ന വാക്കിലും L ഉണ്ട്, തീർച്ചയായിട്ടും ലെങ്ത്തിലും എന്തുണ്ട്? ലെങ്ത്തിലും ഉണ്ട്. ഈ L എന്ന് പറയുന്ന വാചകങ്ങളുണ്ട് അല്ലെ, ആ വാക്കുകളുണ്ട്. അതായത് ലീനിയർ എന്ന് പറയുന്ന ആ വേർഡിലാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് വരുന്നത് എന്നൊരു ഉടായ്പ വഴി നമുക്ക് ഓർക്കാം. മഹാചളിയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആംഗുലാർ എററിൽ എന്ത് വരും? 1/√L എന്ന് വരും. 1/√L എന്ന് വരും. നേരെ അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നത് ലീനിയർ മെഷർമെന്റിലാണ്. കാരണം അതിൽ L എന്ന് പറയുന്ന വേർഡ് ഉണ്ട് എന്ന് ഓർക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വാട്ട് വിൽ ബി ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ ബബിൾ ട്യൂബ് ഇഫ് ദ ലെങ്ത് ഓഫ് വൺ ഡിവിഷൻ സ്മോൾ L ആണ് അല്ലെ. എത്ര തന്നിട്ടുണ്ട്? 2 mm ആണ്. ആൻഡ് ദ ആംഗുലാർ വാല്യൂ ഓഫ് വൺ ഡിവിഷൻ ഈസ് 20 seconds ആണ്. അതായത് സെൻസിറ്റിവിറ്റി ആൽഫ തന്നിട്ടുണ്ട്, 20 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം, അല്ലെങ്കിലും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 2 mm ആണ് ഒരു ഡിവിഷൻ. ദാറ്റ് ഈസ് 2 × 10⁻³ മീറ്റർ എന്ന് നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ആൽഫ അതായത് സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് സെക്കൻഡ്സിൽ കിട്ടണമെങ്കിൽ L/R എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. S/ND എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെ കൂടെ 20, 62, 65 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആൽഫ സെക്കൻഡ്സിൽ കിട്ടുള്ളൂ അല്ലെ. ഇവിടെ ആൽഫ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡയറക്ട്ലി റേഡിയസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R will be equal to L/alpha ആയിരിക്കും. R will be equal to L divided by alpha ആയിരിക്കും. 20, 62, 65 നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്. അതായത് 2 × 10⁻³ ഡിവൈഡ് ബൈ ആൽഫ എന്ന് പറയുന്നത് 20 സെക്കൻഡ്സ് ആണ്. ഇൻറ്റു 20, 62, 65 ആണ്. 2 and 10 ക്യാൻസൽ ആയി പോകും. 2 and 20 ക്യാൻസൽ ആയി 10 വരും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 20, 62, 65 × 10⁻⁴ മീറ്റർ എന്നാണ് വരിക. ദാറ്റ് ഈസ് 4 0 അല്ലെ. ദാറ്റ് ഈസ് 20.62 മീറ്റർ എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലേ? 20.62 മീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഓപ്ഷൻ ഏതാണ്? 20.62 അല്ലെ. ഓപ്ഷൻ ബി. ഇതുപോലെ പ്രീവിയസ്ലി ആൻസർ ചെയ്തായിരുന്നു ഓപ്ഷൻ ബി ആയിരുന്നു അല്ലെ. L raised to 0.5, 1/L raised to 0.5 ആയിരുന്നു. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ്. പഴയ 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് അല്ലെ. എത്രയാണ്? ഇഫ് n is the side of the polygon, then the interior angle സം എത്രയാണ് വരിക? ഇന്റീരിയർ ആംഗിളിന്റെ സം എത്രയാണ് വരുന്നത്? 2n - 4 × 90 ഡിഗ്രി ആണ്. 2n - 4 ഇന്റീരിയർ ആംഗിൾ ആണെങ്കിൽ മൈനസ് ആണ് വരിക. വേർ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ ആണ്. നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അറിയാലോ, കാര്യങ്ങൾ അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി അതല്ല, അവർ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ, അവർ ചോദിക്കുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണെങ്കിൽ 2n + 4 × 90 ഡിഗ്രി എന്ന് ചെയ്യണം. 2n + 4 × 90 ഡിഗ്രി എന്ന് ചെയ്യണം. ക്ലിയർ അല്ലേ? അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 3. ഓപ്ഷൻ ഏതാ വരിക? 2n മൈനസ് വരണം. 2n - 4 × 90 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് ഇന്റീരിയർ ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 4. In order to balance the traverse in which angular measurement are more precise ആണ് than the linear measurement, then the most suitable method ആണ്.
നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോയിന്റ് ബോഡിച്ച് മെത്തേഡ് എപ്പോഴാണ് നമ്മൾ പ്രിഫർ ചെയ്യുക? വെൻ ബോത്ത് ആംഗുലാർ ആൻഡ് ലീനിയർ മെഷർമെന്റ് ആർ മെഷേർഡ് വിത്ത് ഈക്വൽ ഡിഗ്രി ഓഫ് പ്രിസിഷൻ ആണ്. രണ്ടും ഒരേ ഡിഗ്രി ഓഫ് പ്രിസിഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ബോഡിച്ച് മെത്തേഡ് ആണ്. ഉടായ്പ എന്താണ്? കണ്ണിച്ചോറല്ലാതെ ചളി. ബോഡിച്ചിലും ബി ഉണ്ട്, ബോത്ത് എന്ന് പറയുന്ന ബോർഡിലും ബി ഉണ്ട്. ബോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ബോത്ത് ആംഗുലാർ ആൻഡ് ലീനിയർ മെഷർമെന്റ്സ് ആർ മെഷേർഡ് വിത്ത് ഈക്വൽ ഡിഗ്രി ഓഫ് പ്രിസിഷൻ എന്ന് ഓർക്കണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർമ്മിക്കാം, അത് ബോഡിച്ച് മെത്തേഡ് ആയിരിക്കും. ആൻഡ് ട്രാൻസിറ്റ് മെത്തേഡ് ആണ് രണ്ടാമത്തെ മെത്തേഡ്. അതില് അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഏതാണ് മോർ പ്രിസൈസ്? ആംഗുലാർ മെഷർമെന്റ് ഈസ് മോർ പ്രിസൈസ് ക്ലാസ്സുകളിൽ പറയുന്നതാണ്. സോ ഓപ്ഷൻ ഡി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ. യെസ്, ഓപ്ഷൻ ഡി ട്രാൻസിറ്റ് റൂൾ ആണ്. ക്ലിയർ അല്ലേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണോ? യെസ്, അതിനുവേണ്ടി നമ്മൾ ലൈന് പല ക്വാർട്ടറിൽ കാണിക്കേണ്ടി വരും. ആദ്യം നമ്മൾ കുരിശ് വരയ്ക്കുകയാണ്. യെസ്, ഇതാണ് നമ്മുടെ നോർത്ത് കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് എ സൗത്ത് പോയിന്റ്. ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. ലെറ്റ്സ് എ ബി എന്ന് പറയുന്ന ലൈൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഈ പറയുന്ന ലൈനിന്റെ ആംഗിൾ തീറ്റ ഇസ് ഗിവൺ ടു അസ്. ഈ പറയുന്ന ലൈൻ എ ബിയുടെ ഈസ്റ്റോ അല്ലെങ്കിൽ വെസ്റ്റ് ആക്സിസിലേക്കുള്ള പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ഓൺ ദ ഈസ്റ്റ് ഓർ വെസ്റ്റ് ആക്സിസ്. അതിനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡിപ്പാർച്ചർ ആണ്. നൊട്ടേഷൻ ക്യാപിറ്റൽ ഡി ആണ്. ഓക്കെ, ഇതേ ലൈനിന്റെ നോർത്ത് ആക്സിസിലേക്കോ അല്ലെങ്കിൽ സൗത്ത് ആക്സിസിലേക്കോ ഉണ്ടാവുന്ന പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാ ഈ സൈഡിൽ നിന്ന് ഒരു ടോർച്ച് അടിച്ചാൽ മതി. ഈ സൈഡിൽ നിന്ന് ഒരു ടോർച്ച് അടിക്കുമ്പോൾ ഈ ലൈനിന്റെ നിഴല് ഇവിടെയല്ലേ വരിക? ഈ ലൈനിന്റെ നിഴല് ഈ സൈഡിൽ നിന്നും നിങ്ങൾ ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിന്റെ നിഴല് ഇപ്പോൾ നോർത്ത് ആക്സിസിലാണ് വരിക. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ അല്ലേ? സോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ഓൺ ദ നോർത്ത് ഓർ സൗത്ത് ആക്സിസ്, ഇതിനെ നാട്ടിൽ പറയപ്പെടുന്ന പേര് ലാറ്റിറ്റ്യൂഡ് എന്നാണ്. ഇതിനെ ലാറ്റിറ്റ്യൂഡ് ക്യാപിറ്റൽ എൽ എന്നാണ് പറയാ. നിങ്ങൾക്കറിയാം 4ാം ക്ലാസ്സും ഗുസ്തിയാണ്. ഇത് ലൈൻ എൽ ആണ്. ഇറ്റ് ഈസ് എ ലൈൻ ഹാവിംഗ് ലെങ്ത് എന്താണ്? എൽ ആണ്. അതിന് കറസ്പോണ്ടിങ് ആംഗിൾ തീറ്റ ഇതാണെങ്കിൽ ഒരു സംശയവുമില്ല, ഈ കാണിച്ചിരിക്കുന്നത് അതിന്റെ കോസ് കമ്പോണന്റ് ആണ്. അതായത് എൽ കോസ് തീറ്റ ആയിരിക്കും. ഡിപ്പാർച്ചർ ക്യാപിറ്റൽ ഡി വിൽ ബി ഈക്വൽ ടു അതിന്റെ സൈൻ കമ്പോണന്റ് ആണ്. ഇറ്റ് ഈസ് എൽ സൈൻ തീറ്റ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. Projection of the line on the east-west axis is termed as departure, and projection of the line on the north or south axis is termed as latitude ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആൻസർ വരേണ്ടതാണ്. ഓപ്ഷൻ സി വായിച്ചേ. The projection of the line on the north south meridian. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ അല്ലേ? 5ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. If L denotes the latitude and D denotes the departure, then the direction ആണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ? ക്ലോസിംഗ് എററിന്റേത്. ആദ്യം എന്തറിയണം? ക്ലോസിംഗ് എറർ എന്താണെന്ന് അറിയണം. നമുക്കറിയാം, അഥവാ നമ്മുടെ ട്രാവേഴ്സ് തുടങ്ങിയ പോയിന്റിൽ തന്നെയാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ക്ലോസ് ട്രാവേഴ്സ് എന്ന് പറയും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് തുടങ്ങിയ പോയിന്റിൽ അതിന് അവസാനിക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, എ എന്ന് പറയുന്ന പോയിന്റ് തുടങ്ങുകയാണ്. ദിസ് ഇസ് ബി സി ഡി. ഇതാണ് പോയിന്റ് ബി, ഇതാണ് സി, ഇതാണ് ഡി, ആൻഡ് ദിസ് ഈസ് ഇ. ശരിക്കും എവിടെ ചെന്ന് അവസാനിക്കേണ്ടിയിരുന്നു ഈ പോയിന്റ്? ഈ പോയിന്റ് എവിടെ ചെന്ന് അവസാനിക്കേണ്ടിയിരുന്നു? എ എന്ന് പറയുന്ന പോയിന്റിൽ ചെന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ് ട്രാവേഴ്സ് എന്ന് പറയും. ബട്ട് നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് എവിടെയാണ് ചെന്ന് മുട്ടുന്നത്? അത് എ ഡാഷിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇത്രയും കാണിച്ചിരിക്കുന്ന ഈ എമൗണ്ട് എന്താണ്? ദിസ് ഈസ് നോട്ട് ക്ലോസ്ഡ്, അല്ലെങ്കിൽ അത്രയും ക്ലോസ് ആവാൻ പറ്റിയില്ല. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇ ഓർ ദാറ്റ് ഈസ് ടേംഡ് ആസ് ക്ലോസിംഗ് എറർ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ഇത്രയുമാണ് ക്ലോസ് ചെയ്യാൻ പറ്റാതിരുന്നത്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ക്ലോസിംഗ് എറർ. ഓക്കെ അല്ലേ? സോ എത്രയാണ് ക്ലോസിംഗ് എററിന്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഇ എന്ന് പറയുന്ന എമൗണ്ട് ആണ്. അതായത് എ ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് ആണ്. ഈ കാണിച്ചിരിക്കുന്ന ക്ലോസിംഗ് എററും ഒരു എമൗണ്ട് അല്ലേ?
നിങ്ങൾക്ക് അതിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ എടുക്കാൻ പറ്റും, അതിന്റെ വെർട്ടിക്കൽ പ്രൊജക്ഷൻ എടുക്കാൻ പറ്റും. യെസ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ ഇ എന്ന് പറയുന്ന സാധനത്തിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഇതാ, വെർട്ടിക്കൽ പ്രൊജക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് അതിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഏതിന്റെ? ഇ എന്ന് പറയുന്ന ആ ഇൻക്ലൈൻഡ് ലൈനിന്റെ. ലൈക്ക് സാധാരണ ഏതൊരു ലൈനിന്റെയും നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും പ്രൊജക്ഷൻ എടുക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ക്ലോസിംഗ് എററിന്റെ ഇവിടുന്ന് വെളിച്ചം അടിച്ചാൽ അത് ഇങ്ങനെ വെർട്ടിക്കലി കാണും, മുകളിൽ നിന്ന് വെളിച്ചം അടിച്ചാൽ അത് ഇങ്ങനെ ഹൊറിസോണ്ടലി കാണിക്കും. എന്ന് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ലാറ്റിറ്റ്യൂഡ് ആണ്, വെറും ലാറ്റിറ്റ്യൂഡ് അല്ല. എന്താണ് അത്? സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ലൈൻസിന്റെയും ലാറ്റിറ്റ്യൂഡ് ആഡ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് സമ്മേഷൻ എൽ. സിമിലർലി ഈ കാണിച്ചിരിക്കുന്ന ചെറിയ ഡിപ്പാർച്ചർ എന്ന് പറയുന്ന സമ്മേഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? അതായത് ഇറ്റ് ഈസ് വെരി ഒബ്വിയസ്, ഈ കാണിച്ചിരിക്കുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതുകൊണ്ട് ദ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൽ സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് ഡി സ്ക്വയർ ആയിരിക്കും. ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നമുക്ക് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, നമുക്ക് ഈ സാധനത്തിന്റെ ഡയറക്ഷനും കൂടി കാണിക്കണം. ഇതേ സാധനത്തിന്റെ ഡയറക്ഷനും കൂടി കാണിക്കുകയാണ്. നോക്കിയേ, ഏത് സാധനത്തിന്റെ? എ ഡാഷ് എന്ന് പറയുന്ന ഈ ലൈൻ അല്ലേ? സോ ആ ലൈനിനെ നമ്മള് കുരിശിന്റെ അകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. നോക്കിയേ, വീണ്ടും കുരിശ് വരയ്ക്കുന്നു. ഇതാണ് നോർത്ത്, ഇത് സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. നമുക്കിപ്പോ വരയ്ക്കേണ്ടത് എ ഡാഷ് എ എന്ന് പറയുന്ന ലൈനാണ് വരയ്ക്കേണ്ടത് അല്ലെ? എ ഡാഷ് എ എന്ന് പറയുന്ന ലൈൻ കാണുന്നുണ്ടോ? ഈ പോയിന്റ് ആണ് എ ഡാഷ്, ദിസ് ഈസ് എ ഡാഷ് ആൻഡ് ഇതാണ് എ എന്ന് പറയുന്ന ലൈൻ. സോ അതായത് നമ്മൾ ക്ലോസിംഗ് എറർ കാണിക്കാൻ പോവുകയാണ് ഇൻ ദിസ് ക്വാഡ്രന്റ് സിസ്റ്റം. അത് എ ഡാഷ് എ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മുടെ കുരിശിന്റെ സെന്ററിൽ എ ഡാഷ് ആയിരിക്കണം. നമുക്കറിയാം ക്ലാസ് പറഞ്ഞാണ്. അതായത് എ ഡാഷ് ഇവിടെ ആയിരിക്കണം ആൻഡ് ഈ ഡയറക്ഷനിലാണ് അതിന്റെ ഇൻക്ലിനേഷൻ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് എ തീറ്റ ലൈക്ക് ദിസ്. നമ്മൾ ഇപ്പൊ പറഞ്ഞു ഈ ലൈനിന്റെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷനെ സമ്മേഷൻ ഡി എന്നും വെർട്ടിക്കൽ പ്രൊജക്ഷനെ നമ്മൾ സമ്മേഷൻ എൽ എന്നാണ് പറയുക. തീർച്ചയായിട്ടും ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? ടാൻ തീറ്റ വിൽ ബി സമ്മേഷൻ ഡി ഡിവൈഡ് ബൈ സമ്മേഷൻ എൽ ആണ്. ഫ്രം വിച്ച് ദ ഡയറക്ഷൻ ഓഫ് ദ ക്ലോസിംഗ് എറർ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സമ്മേഷൻ ഡി ഡിവൈഡ് ബൈ സമ്മേഷൻ എൽ ആയിരിക്കും. സിമ്പിൾ ആണ്. 4ാം ക്ലാസ്സും കുസ്തിയാണ്. ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലോസിംഗ് എറർ. ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്ലോസിംഗ് എറർ. സോ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 6. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. റിഫ്രാക്ഷൻ എറർ ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം CR റിഫ്രാക്ഷൻ എറർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? യെസ്, ദേ ആർ ആസ്കിംഗ് ഫോർ റിഫ്രാക്ഷൻ എറർ. റിഫ്രാക്ഷൻ എറർ എപ്പോഴും എന്തായിരിക്കും? റിഫ്രാക്ഷൻ എറർ ആണ്. റിഫ്രാക്ഷൻ എറർ ഈസ് ഓൾവേസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ദ കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ, ഇത് എഴുതിയിരിക്കുന്നത് കറക്ഷൻ ആണ്. ഇത് കറക്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണ്. വാല്യൂ എത്രയാണ് CR വരാറുള്ളത് നാട്ടില്? നിങ്ങളുടെ നാട്ടിലും നമ്മുടെ നാട്ടിലും ഒരേ വാല്യൂ വരണം, ഇല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് 1/7 ഓഫ് CC ആണ്. യെസ്, കർവേച്ചർ ഫോർ കറക്ഷന്റെ 1/7 മാത്രമേ കാണപ്പെടുള്ളൂ. അത് പോസിറ്റീവ് ആയിരിക്കും. CR എന്ന് പറയുന്ന സിംഗിൾ വാല്യൂ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 0.0112 D സ്ക്വയർ ആണെന്നും കൂടി ഓർക്കുക. സോ എത്ര വരെ ആൻസർ? ഓപ്ഷൻ സി 1/7 ആണ്. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്, ഈസ് ദാറ്റ് ഓക്കെ? അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ദ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലെവൽ ആർ. നമ്പർ ഓഫ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. ഓപ്ഷൻ ഈസ് 2. ഓപ്ഷൻ ഈസ് എ, ദാറ്റ് ഈസ് 2 ഇൻ നമ്പർ ആണ്. 2 നമ്പേഴ്സ് ഓഫ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് 2 എണ്ണമാണ്. വാട്ട് യു മീൻ ബൈ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്? ചില ബേസിക് ലൈനുകൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ റിലേഷനെയാണ് നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ലൈനുകൾ? ഒന്ന് ലൈൻ ഓഫ് സൈറ്റ്, അല്ലെങ്കിൽ ലൈൻ ഓഫ് കൊളിമേഷൻ, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. രണ്ടാമത്തെ ലൈന് നോക്കിയേ, ഈ 3 ലൈനുകളും റഫ്ലി ആണ് പറയുന്നത്. റഫ്ലി ഏകദേശം ഒരുപോലെയാണ്. രണ്ടാമത്തെ ലൈന് യെസ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ആണ്. ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്.
മൂന്നാമത്തെ ലൈൻ ഏതാണ്? മൂന്നാമത്തെ ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് വെർട്ടിക്കൽ ആക്സിസ്. ഓക്കെ, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഏതാണ്? വെർട്ടിക്കൽ ആക്സിസ് ആണ്. ഈ കാണിച്ചിരിക്കുന്ന 3 ലൈനുകൾ തമ്മിലുള്ള 2 റിലേഷനെയാണ് നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ എ ലെവൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡംപി ലെവല്. ദാ ഈ വരച്ചിരിക്കുന്ന ഈ സിംഗിൾ ലൈൻ, ഇതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ്, ലൈൻ ഓഫ് കൊളിമേഷൻ അല്ലെങ്കിൽ ആക്സോ ടെലിസ്കോപ്പ് ആക്കി പറയുന്നത്. വളരെയധികം വ്യക്തമായിട്ട് ഡെഫിനിഷൻ അടക്കം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ പറയുന്ന സാധനത്തിന്റെ മുകളിൽ ബബിൾ ട്യൂബ് കാണാം, നടുക്കായിട്ട് ബബിൾ കാണാം. ബബിൾ ഒന്നെങ്കിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ ആണ് മൂവ് ചെയ്യുക. സോ അവിടെ നിന്ന് വളരെ വ്യക്തമാണ്, ഈ പറയുന്ന ബബിൾ ട്യൂബിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, അല്ലെ? സോ ദാറ്റ് ഈസ് ടേംഡ് ആസ് ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്. നിങ്ങൾ പറഞ്ഞേ ഇപ്പം വരച്ചിരിക്കുന്ന യെസ് ലൈൻ നമ്പർ 1 ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ലൈൻ നമ്പർ 2 ആണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ 1 and 2? വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലൈൻ 1 and ലൈൻ 2? ദേ ഷുഡ് ബി ഓൾവേസ് പാരലൽ ആയിരിക്കണം. അവ രണ്ടും എപ്പോഴും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കണം. മൂന്നാമത്തെ ലൈൻ കാണിക്കുകയാണ്, നോക്കിയേ. ദാ ഈ കാണിച്ചിരിക്കുന്നതാണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് ആണ്. വെർട്ടിക്കൽ ആക്സിസിനെ നമ്മൾ അസീമുത്ത് എന്നൊക്കെ പറയും. മൂന്നാമത്തെ ലൈൻ വരയ്ക്കുമ്പോൾ അത് വളരെ അധികം വ്യക്തമാണ്. ഈ മൂന്നാമത്തെ ലൈനിന് നേരത്തെ പറഞ്ഞ 1ഉം 2ഉം ലൈനുകൾ പെർപെൻഡിക്കുലർ ആയിരിക്കണം. ദ ലൈൻസ് 1 and 2 ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു യെസ് ദ ലൈൻ 3 ആണ്. ഈ 3 റിലേഷനുകളെ അതായത് ഒന്നാമത്തെ റിലേഷൻ എന്താണ്? ദ ലൈൻ 1 and 2 ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ, ഷുഡ് ബി പാരലൽ ടു ഈച്ച് അതർ, and both 1 and 2 should be perpendicular to the third line, should be perpendicular to the third line എന്ന 2 റിലേഷൻ ആണ്. ഇവിടെ നോക്കിയാൽ 2 എണ്ണമാണ് കാണുന്നത്. 2 3 ലൈനുകൾ തമ്മിലുള്ള 2 റിലേഷൻ, 3 ലൈനുകൾ തമ്മിലുള്ള 2 റിലേഷൻ, ദാറ്റ് ഈസ് ടേംഡ് ആസ് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നിങ്ങൾക്ക് വേണ്ടി റെസിപ്രോക്കൽ ലെവലിംഗ് എലിമിനേറ്റ്സ്. എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്? അത് റിഫ്രാക്ഷൻ എററിനെ എലിമിനേറ്റ് ചെയ്യും, കർവേച്ചർ എററിനെ എലിമിനേറ്റ് ചെയ്യും. യെസ്, ദ എറർ ഡ്യൂ ടു ഇൻസ്ട്രുമെന്റൽ എറർ, അതായത് ലൈൻ ഓഫ് കൊളിമേഷന്റെ എററും എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും, അല്ലെ? സോ റിഫ്രാക്ഷൻ എറർ എലിമിനേറ്റ് ചെയ്യും, കർവേച്ചർ എറർ എലിമിനേറ്റ് ചെയ്യും, കൊളിമേഷൻ ലൈൻ എറർ എലിമിനേറ്റ് ചെയ്യും. അതായത് ഓപ്ഷൻ ഡി ആണ്. ഒരു അഡീഷണൽ പോയിന്റ് പറയുകയാണെങ്കിൽ റിഫ്രാക്ഷൻ എറർ പാർഷ്യലി മാത്രമേ റിമൂവ് ചെയ്യുള്ളൂ. ബാക്കി 2 എറേഴ്സും, അതായത് കർവേച്ചർ ആൻഡ് ലൈൻ ഓഫ് കൊളിമേഷൻ എറർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റും. ഏതിന്? നമ്മൾ ഈ പറഞ്ഞ റെസിപ്രോക്കൽ ലെവലിംഗിന്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ നമ്പർ 10. The expression for sensitivity of the bubble tube alpha can be taken as, yes, നമുക്കറിയാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. ആൽഫ ഇസ് ഈക്വൽ ടു L/R ആയിരുന്നു, ഓർ ആൽഫ ഇസ് ഈക്വൽ ടു S/ND ആയിരുന്നു. ബട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൻസർ റേഡിയൻസിൽ മാത്രമേ കിട്ടുള്ളൂ. നമുക്ക് ആൻസർ സെക്കൻഡ്സിലാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഉടായ്പായിരുന്നു 20, 62, 65 എന്ന് പറയുന്നത്, അല്ലെ? 20, 62, 65 ആണ്. അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയി കാണുന്നത്. വി നീഡ് ദ ആൻസർ ഇൻ സെക്കൻഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. യെസ്, trigonometric leveling is a method of leveling. എന്ത് മെത്തേഡ് ഓഫ് ലെവലിംഗ് ആണ്? ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്ട് മെത്തേഡ് ഓഫ് ലെവലിംഗ്. ഇൻഡയറക്ട് മെത്തേഡ് ഓഫ് ലെവലിംഗിൽ നമ്മൾ പറയുന്ന 3 ഏതൊക്കെയാണ്? യെസ്, ബാരോമെട്രിക് ലെവലിംഗ് ഉണ്ട്. ബാരോമെട്രിക് ലെവലിംഗ് ഇസ് ദർ. രണ്ടാമത്തത് ഏതാണ്? ഹിപ്സോമെട്രിക് ലെവലിംഗ് ആണ്. ഹിപ്സോമെട്രിക് ലെവലിംഗ് ഉണ്ട്. പിന്നെ ഏതാണ്? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രിഗണോമെട്രിക് ലെവലിംഗ്. ഈ 3 ലെവലിംഗും ഇൻഡയറക്ട് ലെവലിംഗിന്റെ ഭാഗങ്ങളാണ്. ബാക്കി നാട്ടിൽ കാണപ്പെടുന്നതെല്ലാം ഡയറക്ട് മെത്തേഡ് ഓഫ് ലെവലിംഗ് ആണ്. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12. യെസ്, 12ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ആർ ടേക്കൺ ഓൺ എ ടേണിംഗ് പോയിന്റ്? അപാരമായ ക്വസ്റ്റ്യൻ. അപാരം എന്ന് വെച്ചാൽ വെറും അപാരമല്ല, മഹാ അപാരത. ഇതിനെ നമ്മൾ ചേഞ്ച് പോയിന്റ് എന്നൊക്കെ പറയും. ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റ് എന്നൊക്കെ പറയും. ആദ്യം അതിന്റെ മുകളിൽ ഫോർസൈറ്റ് ആണ്, അതിനുശേഷം അതേ പോയിന്റിൽ ബാക്ക് സൈഡ് എടുക്കും. നമുക്കറിയാം, നമ്മൾ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്, നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടാവണം. ക്വസ്റ്റ്യൻ നമ്പർ 13 നിങ്ങൾക്ക് വേണ്ടി. എ കോണ്ടൂർ മാപ്പ് ഇൻഡിക്കേറ്റ്സ്
that there are close contour with higher value inside ആണ്. What does the feature represent? ഇത് നമ്മുടെ ഇപ്പം തിയറി ഡിസ്കസ് ചെയ്താണ് അല്ലെ. ഇൻസൈഡ് ദ ഡയറക്ഷനിൽ എലിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹയർ വാല്യൂ ഇൻസൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് റെപ്രസെന്റ്സ് എ ഹിൽ ആണ് അല്ലെ. നമുക്കറിയാം, നോക്കിയ മലയാണ് കാണുന്നത്. കോണ്ടൂർ മാപ്പ് എന്ന് വെച്ചാൽ വലിയൊരു മല, 3D പോലെ ഇരിക്കുന്ന മലേനെ നിങ്ങൾ അടിച്ചു പരത്തി 2D ആക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഈ പറയുന്ന എലിവേഷൻ 40 ആണ്, ഈ പറയുന്ന എലിവേഷൻ 30 ആണ്. ഈ പറയുന്ന താഴോട്ട് വരുമ്പം എലിവേഷൻ വാല്യൂ കുറയല്ലോ. ഈ കാണുന്ന എലിവേഷൻ എന്താണ്? 10 ആണ്. ഇങ്ങനെയാണ് മല, കുത്തനെയാണ് നിൽക്കുന്നത്. 3D ഇമേജ് ആണ്. അതിനൊന്ന് പരത്തി നോക്കിയാൽ ഇതുപോലെ കാണണം. അതായത് ഇൻസൈഡ് ഡയറക്ഷൻ, ഇഫ് യു ലുക്ക് അറ്റ് ദ ഡയറക്ഷൻ ഓർ ഇഫ് യു മൂവ് ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ, യു ക്യാൻ സി 10 ആയിരുന്നു പുറത്ത്, പിന്നെ ഉള്ളിലേക്ക് 20, പിന്നെ അത് 30 മാറി, പിന്നെ അത് 40 മാറി. ദാറ്റ് ഈസ് എലിവേഷൻ വാല്യൂസ് ആർ ഇൻക്രീസിംഗ് ഒബ്വിയസ്ലി ആൻഡ് ദർ ഈസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നമുക്ക് തീർച്ചയായിട്ടും പറയാം അതൊരു ഹില്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 നിങ്ങൾക്ക് വേണ്ടി കോണ്ടൂർ വിച്ച് ആർ പാരലൽ ആൻഡ് ഇക്വിഡിസ്റ്റൻസ് ആണ്. അതായത് ഒരു കോണ്ടൂർ ലൈൻ കഴിഞ്ഞ് അടുത്ത കോണ്ടൂർ ലൈനും അതിന്റെ അടുത്ത കോണ്ടൂർ ലൈനും എല്ലാം ഇക്വിഡിസ്റ്റൻസിലാണെങ്കിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊരു യൂണിഫോം സ്ലോപ്പിനെയാണ്. ഇനി അതല്ല, ഈ പറയുന്ന കോണ്ടൂർ ലൈൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആണെങ്കിലോ അത് സ്റ്റീപ്പ് ടെറൈനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സ്റ്റീപ്പ് ടെറൈൻ. ഇനി അതല്ല, നമ്മുടെ കോണ്ടൂർ ലൈനുകൾ ആർ വൈഡ്ലി സ്പേസ്ഡ് ആണെങ്കിലോ, അപാരമായ സ്പേസിംഗ് അവർക്കിടയിൽ കാണപ്പെടുന്നു എന്നെങ്കിൽ that indicates a mild slope. Okay, that indicates a mild slope ആണ്. Is that okay? അതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 15 കടക്കുമ്പോൾ the vertical distance between two adjacent contour. ഇത്രയ്ക്കും ഫേമസ്, ഇത്രയ്ക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നാട്ടിൽ വേറെ കാണപ്പെടില്ല. അതിനെ നിങ്ങൾ പറയപ്പെടുന്നത് കോണ്ടൂർ ഇന്റർവൽ ആണ്. വെറുതെ അടങ്ങാറുണ്ടാക്കരുത്. വെർട്ടിക്കൽ ഇക്വാലന്റ് എന്നൊന്നും പറയില്ല. അതിന് ഒരേ ഒരു പേരേ ഉള്ളൂ. ഇറ്റ് ഈസ് ടേംഡ് ആസ് കോണ്ടൂർ ഇന്റർവൽ. വെർട്ടിക്കൽ ഇക്വാലന്റ് എന്ന് പറയില്ല. കാരണം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോണ്ടൂർ ചോദിച്ചാൽ അതിന്റെ ആൻസർ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ആണ്, അല്ലാതെ ഹൊറിസോണ്ടൽ ഇന്റർവൽ എന്നല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ആ മിസ്റ്റേക്ക് ഉണ്ടാവാൻ പാടില്ല. കോണ്ടൂർ ഇന്റർവൽ ആണ്. വേണമെങ്കിൽ ഒന്ന് വരച്ച് കാണിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹലോ, ഇത് മലയാണ്. നിങ്ങൾക്കറിയാം എങ്ങനെയാ നമ്മൾ കോണ്ടൂർ വരയ്ക്കാറുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് സെക്ഷൻസുകൾ സെലക്ട് ചെയ്യാണ്. ഇതാണ് സെക്ഷൻ 1-1. അതിന്റെ എലിവേഷൻ നമുക്കൊരു 100 മീറ്റർ എന്ന് പറയാം. ഇതാണ് അടുത്ത സെക്ഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്, സെക്ഷൻ 2-2. ആൻഡ് ദിസ് ഈസ് സെക്ഷൻ 3-3 ആണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? മലയെ നമ്മൾ ഓരോ ലെവലിൽ കട്ട് ചെയ്യുന്നു. അതിന്റെ ടോപ്പ് വ്യൂ നോക്കുന്നു. ഓരോ നമ്മൾ സെലക്ട് ചെയ്ത സെക്ഷനുകളിൽ നമ്മൾ മലേനെ കട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് എന്തോ അതിനെയാണ് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ വരച്ചിട്ടുണ്ട്. തിയറി പോയിന്റിലേക്ക് നിങ്ങൾ എത്തി നോക്കിയേ. ഈ പറയുന്ന അഡ്ജസന്റ് കോണ്ടൂർ ലൈൻ, ആദ്യത്തെ കോണ്ടൂർ ലൈൻ ഇതാണ്, കാണാം. ഇതാണ് ആദ്യത്തെ കോണ്ടൂർ ലൈൻ, ഇതാണ് രണ്ടാമത്തെ കോണ്ടൂർ ലൈൻ. ഇവർ തമ്മിലുള്ള അഡ്ജസന്റ് ഡിസ്റ്റൻസ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടോ? ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് അഡ്ജസന്റ് കോണ്ടൂർ ലൈൻ, അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്. കാരണം വെർട്ടിക്കൽ ഇക്വാലന്റ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതേ കോണ്ടൂർ ലൈനുകൾ നമ്മൾ എന്തും കാണപ്പെടും, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും കാണപ്പെടും. ക്ലിയർ? എന്തുകൊണ്ടാണ് അങ്ങനെ വരച്ചത്? കാരണം ഇത് മലേന്റെ അപ്പുറത്തും ഉണ്ടാവൂലേ. മലേന്റെ അപ്പുറത്തൂടെ ചുറ്റി ഇങ്ങനെ വരില്ല ചെയ്യാ. ഓക്കെ, ദീസ് ആർ ക്ലോസ്ഡ് ലൂപ്സ് ആണ്. ക്ലിയർ ആണോ? യെസ്. സോ ക്യാൻ യു സീ ദാറ്റ്? ഈ പറയുന്ന പച്ച കളറിൽ വരച്ചിരിക്കുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് കോണ്ടൂർ ഇന്റർവൽ. വെള്ള കളറിൽ വരച്ചിരിക്കുന്ന ഈ സാധനം എന്താണ്? ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. യെസ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 16. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ വിച്ച് ഇൻ എക്സ്ട്രാക്ട് ഫ്രം ദ കോണ്ടൂർ മാപ്പ് ആണ്. അതിന്റെ സ്കെയില് 1:20,000 എന്ന് തന്നിട്ടുണ്ട്. RF സ്കെയിൽ ഈസ് ഗിവൺ. എന്താ നമുക്കറിയാം. ചോദ്യം, an alignment of a road at a ruling gradient of 4%
is to be fixed from the point O and beyond. Okay, what should be the radius of arc with O as a center to get the point of alignment of the next contour of the map എന്നാണ്. വേറെ ഒന്നും ചോദിച്ചിട്ടില്ല, ഇവിടെ ഹോറിസോണ്ടൽ ഇക്വാലന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാപ്പ് ഞാൻ സൂം ചെയ്യാണ്. ഇതാണ് തന്നിരിക്കുന്ന കോണ്ടൂർ മാപ്പ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കോണ്ടൂർ മാപ്പാണോ എന്ന് ചോദിക്കുന്ന മാന്യമായ ജനങ്ങളെ, യെസ്, നിങ്ങൾ ഇത് കാണുക, ഇത് കോണ്ടൂർ മാപ്പാണ്. ബട്ട് കോണ്ടൂർ മാപ്പിന്റെ ചെറിയൊരു കഷ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഞാൻ കംപ്ലീറ്റ് വരച്ച് കാണിച്ചു തരാം. ദാ ഇങ്ങനെ ഒരു ക്ലോസ് ലൂപ്പാണ്, പിന്നെ ഇങ്ങനെ ക്ലോസ് ലൂപ്പാണ്, ഇത് ക്ലോസ് ലൂപ്പാണ്, ഇത് ക്ലോസ് ലൂപ്പാണ്. നിങ്ങൾ ഇത് കാണുക, നിങ്ങൾ ഇത് കേൾക്കുക. ഈ പറയുന്ന മാപ്പില് നമ്മൾ ഇൻസൈഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിലേക്ക് പോകുമ്പോൾ വാല്യൂ ഓഫ് ദ എലിവേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, വാല്യൂ ഓഫ് ദ എലിവേഷൻ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു മലയാണ്, ഇതൊരു മലയാണ്, ഇതൊരു മലയാണ്, അല്ലാതെ താഴ്വാരമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദ vertical distance between the adjacent contour എത്രയായിരിക്കും? The contour interval in this case, contour interval in this case is equal to 20 meter ആണ്, അല്ലെ? 10 ആയിരുന്നു, അത് പിന്നെ 20 ആയി, സോറി, പിന്നെ 30 ആയി, പിന്നെ 50 ആയി, പിന്നെ 70 ആയി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഇന്റർവൽ എത്രയാണ്? യെസ്, 20 മീറ്റർ ആണ്. നമ്മൾ ഇപ്പൊ വരച്ച് കാണിച്ചേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് വെർട്ടിക്കൽ ഇന്റർവെൽ കാണിച്ചിരിക്കുന്നത്, ഇതാണ് ഹോറിസോണ്ടൽ ഇക്വാലന്റ് കാണിച്ചിരിക്കുന്നത്. അതായത് കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ y കമ്പോണന്റ് ആണ്, ഹോറിസോണ്ടൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ x കമ്പോണന്റ് ആണ്. ഇവ രണ്ടിനെയും നമ്മൾ യെസ് ജോയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു സ്ലോപ്പ് കാണാം. കാണുന്നുണ്ടോ? 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 ഇതിനെയാണ് നമ്മൾ സ്ലോപ്പ്, അല്ലെങ്കിൽ വേറെ പേരിൽ അറിയപ്പെടുന്നു ഗ്രേഡിയന്റ്. യെസ്, എന്ത് വേണേ പറയാം. എന്താണ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തമാറ്റിക്കലി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് ആണ്. ഹേ, അതായത് നിങ്ങൾക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ട് ക്വസ്റ്റിനിൽ, കറസ്പോണ്ടിങ് കോണ്ടൂർ ഇന്റർവൽ, അതായത് y കമ്പോണന്റ് 20 മീറ്റർ ആണെന്ന് കിട്ടി. ദ ഓൺലി അൺനോൺ ഈസ് എക്സ്. എന്ത് സിമ്പിൾ ആണ്. അതായത് നമുക്ക് പറയാം 4% എന്ന് പറയുന്ന ഗ്രേഡിയന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഗിവൺ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 4%. 4%നെ 4/100 എന്ന് എഴുതി, ദാറ്റ് ഈസ് 1/25 എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? നമുക്കറിയാം സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y ബൈ എക്സ് ആണ്. y എന്ന് പറഞ്ഞാൽ കോണ്ടൂർ ഇന്റർവൽ, x എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇക്വാലന്റ്. അതായത് 1/25, സ്ലോപ്പ് 1/25 ഈസ് ഈക്വൽ ടു കോണ്ടൂർ ഇന്റർവൽ 20 മീറ്റർ ആണ്. ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഇക്വാലന്റ് ഈസ് ഈക്വൽ ടു യെസ് 25 × 20 മീറ്റർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 500 മീറ്റർ എന്നാണ് കിട്ടിയത്. നാട്ടുകാരെ, നിങ്ങൾ ഇത് കാണുക. യെസ്, ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എത്ര കിട്ടി? 500 മീറ്റർ എന്നാണ് കിട്ടിയത്. ഞാൻ അതിനൊന്ന് സെന്റിമീറ്ററിലേക്ക് എഴുതുകയാണ്. അതായത് ഇൻറ്റു 10⁻²2 ചെയ്താൽ യെസ് ദിസ് മച്ച് സെന്റിമീറ്റർ ആണ്. എന്തുകൊണ്ട് അങ്ങനെ എഴുതി? ബിക്കോസ് ആർ എഫ് സ്കെയിൽ ഈസ് ഗിവൺ ആസ് 1/20,000 ആണ്. എന്താണ് ആർ എഫ് സ്കെയിൽ? മാപ്പ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. മാപ്പ് ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. ഈ കിട്ടിയിരിക്കുന്ന ഹൊറിസോണ്ടൽ ഇക്വാലന്റ് 500 മീറ്റർ ആണ്. അത് ഗ്രൗണ്ട് ആണോ മാപ്പ് ആണോ? അത് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണോ മാപ്പ് ഡിസ്റ്റൻസ് ആണോ? എടാ, 500 മീറ്റർ എന്നൊക്കെ മാപ്പ് ഡിസ്റ്റൻസിൽ പറയോ? ഇല്ല, അത് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ കിട്ടിയിരിക്കുന്ന ഹൊറിസോണ്ടൽ ഇക്വാലന്റ് 20 മീറ്റർ എന്ന് പറയുന്ന കോണ്ടൂർ ഇന്റർവെലിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. അതായത് 1/20,000 ഈസ് ഈക്വൽ ടു മാപ്പ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കറസ്പോണ്ടിങ്. യെസ്, ഗ്രൗണ്ട് ഡിസ്റ്റൻസ് എത്ര കിട്ടി? 50,000 എന്ന് കിട്ടി. Therefore map is equal to എന്താണ് വരിക? Yes, this much divided by 20,000. Cancel. എല്ലാം പോയി. 5.2 5/2 2.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ ഇതാ നിങ്ങൾക്ക് വേണ്ടി. യെസ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ കോണ്ടൂറും വന്നു, സ്കെയിലും വന്നു. അടിപൊളി ക്വസ്റ്റ്യൻ, കിടിലൻ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 17 നിങ്ങൾക്ക് വേണ്ടി. If the telescope of a theodolite can rotate about horizontal axis ആണ്. About horizontal axis rotate ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് പ്ലെയിനിലാണ്? Vertical പ്ലെയിനിലാണ്. That kind of theodolite is termed as transit theodolite. Simple question, ഏറ്റവും എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ.
in the method of repetition for measuring horizontal angles, yes, the instrument to rotate the instrument without changing the readings ആണ്. Without changing the readings ആണ്. നമുക്കറിയാം ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർമെന്റ് എടുക്കുമ്പോൾ താഴെയുള്ള ഹൊറിസോണ്ടൽ പ്ലേറ്റ് എന്തായിരിക്കണം? ഫിക്സ്ഡ് ആയിരിക്കണം അല്ലെ? നമ്മൾ വരച്ചിട്ടുണ്ട് ക്ലാസ്സിൽ, നമ്മൾ വരച്ചിട്ടുണ്ട് താഴെയുള്ള ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഫിക്സ്ഡ് ആയിരിക്കണം. യെസ്, അതിന്റെ അകത്ത് കാണപ്പെടുന്ന അപ്പർ പ്ലേറ്റ് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. വൈൽ മെഷറിംഗ് ഹൊറിസോണ്ടൽ ആംഗിൾ, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലേറ്റ്, അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന വെർട്ടിക്കൽ പ്ലേറ്റ് കാണാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പെൻ ആണ്. അത് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ, അപ്പോഴേ ആംഗിൾ മെഷർ ചെയ്യപ്പെടുള്ളൂ. നിങ്ങൾക്ക് ആംഗിൾ മാറാതെയാണ് മൂവ്മെന്റ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യണം, ലോവർ പ്ലേറ്റ് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ലോവർ ക്ലാമ്പ് ഷുഡ് ബി എന്താണ്? ലോവർ ക്ലാമ്പ് ഷുഡ് ബി ലൂസൻഡ്, അത് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പർ ക്ലാമ്പ് ഈസ് ടൈറ്റൻഡ്. ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ്. വരച്ച് കാണിച്ചതാണ് നമ്മള്, വരച്ച് കാണിച്ചതാണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 19 നിങ്ങൾക്ക് വേണ്ടി. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്റ്റാൻഡേർഡ് വെർനിയർ. സ്റ്റാൻഡേർഡ് വെർനിയർ 20 സെക്കൻഡ് ആണ്. 20 സെക്കൻഡ് ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ, ദ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് ഇൻ എ തിയോഡലൈഡ് ഈസ് ഡൺ ബൈ. ഒരുപാട് സ്ക്രൂകളും യെസ് ക്ലാമ്പുകളും ഉണ്ടെങ്കിൽ പോലും ടാൻജന്റ് സ്ക്രൂ എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് വളരെ ഫൈൻ ആയിട്ടുള്ള, വളരെ മൈൽഡ് ആയിട്ടുള്ള പ്ലേറ്റുകളുടെ മൂവ്മെന്റ് സാധ്യമാകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പല സ്ക്രൂകളും. ഇതോടുകൂടി നമ്മളുടെ 20 ക്വസ്റ്റ്യനുകൾ അവസാനിക്കുകയാണ്. യെസ്, 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് 4ാമത്തെ ആഴ്ച സർവേയിലെ ലെവലിംഗ്, തിയോഡലൈറ്റ്, ട്രാവേഴ്സിംഗ് ആൻഡ് കോണ്ടൂറിംഗ് ആയിരുന്നു. അതിലെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ പ്രോഗ്രാം ആണ് നമ്മൾ ഇപ്പൊ ചെയ്തത്. സൈലം ടെക്നിക്കലിന്റെ ഭാഗത്തു നിന്നും യെസ് സർവേയറിന്റെയും ഓവർസിയറിന്റെയും അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെയും ഓൺലൈൻ ബാച്ചസ് റണ്ണിംഗ് ആണ്. കോഴിക്കോട് മാവൂർ റോഡിൽ സൈലം ക്യാമ്പസ് യെസ് നമ്മളുടെ ഓഫ്ലൈൻ ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് കണ്ടന്റ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും യെസ് കുറഞ്ഞ വിലയിലാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ ഇന്ന് തന്നെ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. യെസ്, ആപ്പ് പർച്ചേസ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സസ് പർച്ചേസ് ചെയ്യുക. വീണ്ടും കാണാം മറ്റൊരു സെഷനിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.